പുറം ലോകത്തെ ബഹളങ്ങളിലാണ് നാം മിക്ക സമയവും ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ ബഹളങ്ങളും അവസാനിച്ച് ശാന്തമാകുന്ന ഒരു സമയം എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. ആ സമയത്ത് എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിലെ ചില ബഹളങ്ങളിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനസ്സിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ആ സംസാരങ്ങളുടെ ബഹളത്തിന്റെ കാര്യമേയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിനെയും വകഞ്ഞു മാറ്റി നമ്മുടെ ശ്വാസത്തിലേക്ക് മാത്രമായി ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടോ? ശ്വാസമാണോ ഇത്ര ബഹളമായി ഞാൻ പറയുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാകും. അല്ല, ശ്വാസത്തെ മാത്രം നിരീക്ഷിച്ചുകൊണ്ട് അതിനെ അറിഞ്ഞുകൊണ്ട് അനുഭവിക്കുമ്പോൾ പതിയെ മറ്റൊരു ശബ്ദത്തെ നമുക്ക് കേൾക്കാനാകും. നാം ജനിച്ചു വീണ അന്ന് മുതൽ ദാ ഈ നിമിഷം വരെ നമുക്കുള്ളിൽ തന്നെയുള്ള നമ്മുടെ ഹൃദയത്തിന്റെ ആ താളം. അതിനെ നാം അറിയാറില്ല, അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. മിക്കപ്പോഴും അതിനെ നിരീക്ഷിക്കാൻ നാം അനുവദിക്കാറുള്ളത് ഒരു ഫിസിഷ്യനെ ആയിരിക്കും, ചികിത്സക്കായി പോയിരിക്കുമ്പോൾ, അല്ലേ? ഹൃദയമിടിപ്പ്, ശ്വാസം ഇവ മാത്രമല്ല, ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നു നോക്കൂ. നമുക്കുള്ളിലെ രക്തത്തിന്റെ ഒഴുക്കിനെ നാം അറിയാൻ തുടങ്ങും. ശരീരത്തിലെ ഓരോ കോശത്തിനെയും ജീവോർജം പ്രദാനം ചെയ്തുകൊണ്ട് ആ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരമായി. ഇങ്ങനെ വലിയൊരു ലോകം തന്നെ നമുക്കുള്ളിൽ വളരെ പെർഫെക്റ്റായി, സിസ്റ്റമാറ്റിക്കായി നമുക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ബഹളത്തെ നാം ശ്രദ്ധിക്കാറുണ്ടോ എന്നതായിരുന്നു എൻ്റെ ചോദ്യം. ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണം. ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും, അതിനെപ്പോഴെങ്കിലും ഒരു താളപ്പിഴ സംഭവിച്ച രോഗിയായി കിടക്കുന്നതിന് മുന്നേ, അത് സന്തുലിതമായി നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നന്ദിയുള്ള ഹൃദയത്തോടെ ആ ബഹളങ്ങളിലേക്ക് ഒന്ന് കാതോർക്കാം. അതെല്ലാം സംവിധാനിച്ച ആ വലിയ ശക്തിയോടുള്ള നന്ദി സ്മരണയാണത്.